നമസ്തേ. ഇന്ന് നമ്മൾ നോക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി, അവർക്കെന്താണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ്, അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് 3 ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലരെങ്കിലും കുറച്ച് ഒരു പ്രതിസന്ധിയിലോ മാനസികമായ ഒരു വിഷമത്തിലോ ആണ്. അത് താൽക്കാലികമാണ് എങ്കിൽ പോലും ചിലപ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളായിരിക്കാം. എന്തോ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, മാനസികമായി കുറച്ച് വിഷമത്തിലാണ്. പക്ഷേ ഈ കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ആദ്യമേ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നമുക്ക് യൂണിവേഴ്സ് എന്ത് ഗൈഡൻസാണ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഇതിനകത്ത് നോക്കിയാൽ കാണാം, ഒരു 3 പേര് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ എന്താ വേണ്ടത്, നമുക്ക് തനിയെ ഒരു തീരുമാനം എടുത്താൽ ചിലപ്പോൾ അത്ര ശുഭമാവില്ല. അതുകൊണ്ട് കൂട്ടായ ചർച്ചകൾ, അതൊരു ഉപദേശം എടുക്കുന്നത് ആരിൽ നിന്നായാൽ പോലും നമ്മൾ ഒരു ഉപദേശം എടുക്കണം. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ ഇതൊരു ജോലി ചെയ്യുന്ന ആളാണ്. അയാൾ പറയുന്നത് ഇവർ ശ്രദ്ധിച്ച് നിൽക്കുന്നതാണ്. അതായത് ആരിൽ നിന്ന് നമുക്ക് ഉപദേശം സ്വീകരിക്കാവുന്നതാണ് എന്നാണ് കാണുന്നത്. എവിടേക്കാണ് പിന്നെ നിങ്ങളെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ 5 ഓഫ് സോഡ്സ് ആണ്. 5 ഓഫ് സോഡ്സ് എന്താ കാണിക്കുന്നത്, വിജയിച്ച് നിൽക്കുകയാണ്. പക്ഷേ അയാളുടെ മുഖഭാവം ശ്രദ്ധിച്ചാൽ അത്ര ഒരു ആ ഒരു ഫീല് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ തോറ്റവരോടുള്ളൊരു മനോഭാവമാണ് ഈ കാണിക്കുന്നത്. അതായത് നമ്മൾ ഒരു പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്ത് അതിൽ വിജയം നേടുമ്പോൾ മറ്റുള്ളവരെ ഇകഴ്ത്താതെയും അവരെയും കൂടെ മാനിച്ച് പരസ്പര ബഹുമാനത്തോടെ വേണം നമ്മൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നാണ് കാണുന്നത്. ഇതിപ്പോൾ ഏത് വിധേനയും ജയിക്കുക എന്നുള്ളൊരു മനോഭാവം സ്വീകരിക്കുന്നത് ശുഭമാവില്ല. അത് നമുക്കും പിന്നീട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫീലിങ്ങിലാവരുത് നിങ്ങളുടെ പ്രശ്നപരിഹാരം എന്നാണ് കാണുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആയവർ സ്വീകരിക്കുക. ഐ ക്ലെയിം ദിസ് എനർജി എന്ന് പറഞ്ഞൊരു കമൻ്റ് ഇടുക. നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസിൽ നിങ്ങളുടെ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ്ങിലെല്ലാം നിങ്ങളുടെ എനർജിയായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.